ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുടെ വള എല്ലായിടത്തും തപ്പിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ മാഷ് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് കമൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ കിട്ടിയോ? കിട്ടിയില്ല മാഷേ, എങ്കിൽ പിന്നെ നിർത്താം. നേരത്തെ വിനായകൻ പറഞ്ഞ പോലെ ഇവിടെ തെരഞ്ഞ് കണ്ടില്ലെങ്കിൽ പിന്നെ ആരോ എടുത്തിട്ടുള്ളതാണെന്ന് പറയാണേ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, അതിപ്പോൾ ആരെടുത്തോണ്ട് പോകാനാ? ആർക്കും എടുക്കാലോ. അങ്ങനെ ഒരു അവസ്ഥയിലല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുട്ടിയെ തിരിച്ചു വിളിച്ചോണ്ട് പോകുന്നത് പണം മോഹിച്ചിട്ടാന്ന് വരെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു വള നഷ്ടപ്പെട്ട അതിൻ്റെ ഉത്തരവാദിത്വം നിനക്കും എനിക്ക് മാത്രമാണ് എന്ന് പറയാൻ കേട്ടോ മാഷ്. എന്നിട്ട് മാഷ് നേരെ വിശ്വത്തോട് ചോദിക്കുന്നുണ്ട്, വിശ്വം, നിനക്കാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് ആവശ്യം. അപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം നിനക്ക് തോന്നിയിട്ട് എന്ന് പറയുമ്പോഴേക്കും വിശ്വം പറയുന്നുണ്ട്, ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു വാർത്ത കേൾപ്പിച്ചിട്ടുണ്ടോ അച്ഛാ? പിന്നീട് ശ്രീജയോട്, നിന്നെ എൻ്റെ മൂത്ത മകളായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്. നിന്റെ ഭർത്താവ് നിനക്ക് അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീജ ഉറപ്പിച്ച് പറയാണ് വിശ്വം അങ്ങനെ എടുക്കില്ല എന്നുള്ളത്. അതിനുശേഷം വിനായകനോട് ചോദിക്കുന്നുണ്ട്, ഞാനല്ലേ അച്ഛാ അത് ആരെങ്കിലും എടുത്തിട്ടുള്ളതാവും എന്ന് തന്നെ പറഞ്ഞത്, അങ്ങനെയുള്ള ഞാൻ എടുക്കുവോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. നന്ദിനിയാണെങ്കിൽ, അയ്യോ അച്ഛാ, ഞാൻ ആ വള മേശപ്പുറത്ത് കണ്ടു എന്നല്ലാതെ ഞാൻ അതിൻ്റെ അടുത്തേക്കേ ചെന്നിട്ടില്ല എന്ന് പറയാട്ടോ. ആ സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട്, ഞാൻ ആ വള കാണാത്തതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ, എനിക്കതിൽ പരാതിയൊന്നും ഇല്ല അച്ഛാ, എന്തിനാ എല്ലാവരെയും ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, കുട്ടി മിണ്ടരുത്. ഇനി അത് സത്യം ചെയ്യേണ്ടത് ഈ വീട്ടിൽ ഞങ്ങൾ 2 പേരും മാത്രമാണ്. കമല, നീ സത്യം ചെയ്യ്, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്യാൻ കേട്ടോ മാഷ്. അതിനുശേഷം കമലയോട് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും കൂടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് സഹിക്കാവുന്നതിലപ്പുറമാണ് എന്നൊക്കെ പറയണേ. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി ആണെങ്കിൽ, വിനേട്ടനും അച്ഛനൊക്കെ പറഞ്ഞത് സത്യം തന്നെയാണ്. വേദ കുളിക്കുമ്പോൾ തന്നെയാണല്ലോ ഈ വീട്ടിൽ നിന്ന് വിക്രം ഇറങ്ങിപ്പോയത്. വേദയുടെ വള അഴിച്ചു വെച്ച സ്ഥലത്ത് തന്നെയാണ് വിക്രം ഫോൺ ചാർജറിൽ ഇട്ടിരുന്നത്. അത് ഞാൻ കണ്ടതാ എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നീ വേദയുടെ വള എടുത്തു പോകുന്നത് കണ്ടോ നന്ദിനി? അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ചാർജറിൽ നിന്ന് വിക്രം ഫോൺ എടുത്തു പോയതിന് ശേഷമാണ് വള കാണാതായതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയണേ. വിക്രം അങ്ങനെ എൻ്റെ വള എടുത്തു പോകുന്ന എനിക്ക് വിശ്വാസമില്ല എന്ന് വേദ പറയുമ്പോൾ, എടുത്തതാവില്ല, ഫോൺ തനിയെ പോവല്ലേ എന്ന് വിചാരിച്ച് വള കൂടി ഇറങ്ങിപ്പോയതായിരിക്കും എന്ന് പറയട്ടെ വിനായകൻ. അങ്ങനെ നമ്മളങ്ങ് വിചാരിച്ചാൽ മതിയോ? എല്ലാവർക്കും സത്യം ചെയ്യാനൊരവസരം കിട്ടിയില്ലേ, അതുപോലെ തന്നെ വിക്രമിനും ഒരവസരം കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, വേണ്ട. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എനിക്ക് വിശ്വാസമാണ് കമല, അമ്മമാരുടെ വാത്സല്യം ഉള്ളതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നീ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുമെന്ന് പറയുമ്പോൾ കമല ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ. വിക്രം, നീ എവിടെയാ? ഞാൻ പാർട്ടി ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മേ, നീ ഇപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കണം, എത്ര തിരക്കിലാണെങ്കിലും ഇപ്പം ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയണേ. അങ്ങനെ വിക്രം തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്താ അമ്മേ? വിക്രം, നീ സത്യം പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കണമെന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് നിനക്ക് എന്നോട് നുണ പറയാൻ കഴിവില്ല എന്നാണ്. ആ വിശ്വാസം ശരിയല്ലേ വിക്രം? ഇങ്ങനെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് എന്ന് ചോദിക്കണേ. അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ പറയാം, ഇവിടെ ഇന്ന് രാവിലെ ഒരു മോഷണം പോയി, ഒരു വള. ഇവിടെ ആരും മോഷ്ടിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ കമലയ്ക്ക് ഹരിശ്ചന്ദ്രനെക്കാട്ടും വിശ്വാസം അവളുടെ ഇളയ മകനെയാണ്. നീ കള്ളനല്ലെന്ന് അവളുടെ മുൻപിലെങ്കിലും തെളിയിച്ചു കൊടുക്കുക എന്ന് പറയണേ. അപ്പോൾ കമല വിക്രമിനോടായിട്ട് പറയുന്നുണ്ട്, നീ വേദയുടെ വള എടുത്തിട്ടില്ല എന്ന് എൻ്റെ തലയിൽ തൊട്ടിട്ട് സത്യം ചെയ്യ് വിക്രം എന്ന് പറയുമ്പോൾ ആ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിക്കാട്ടോ നമ്മുടെ വിക്രം. അത് കാണുമ്പോൾ നമ്മുടെ കമല ആകെ സങ്കടത്തിലാവാണ്. അമ്മേ, എനിക്ക് അമ്മയോട് കള്ളത്തരം പറയാൻ കഴിയില്ല, ആ വള എടുത്തത് ഞാൻ തന്നെ. എന്നിട്ടിങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ, അവിടെ നിന്ന് വള എടുത്ത് പോക്കറ്റിലിട്ട് പോകുന്നതൊക്കെ. എനിക്ക് പെട്ടെന്നൊരാവശ്യം വന്നു, 1-2 ദിവസത്തേക്ക് പണയം വെച്ചേക്കാം, അത് കഴിഞ്ഞാൽ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും കമല അങ്ങ് തിരിഞ്ഞ് അറിഞ്ഞു മൂടി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിക്രമും മറ്റെല്ലാവരും വീടിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട് വേദയോട്, കുട്ടി, പെട്ടെന്ന് 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വലിയ സംഖ്യ തന്നെയാണ്. ഒരാഴ്ച എനിക്ക് സമയം തരണം, ഞാൻ തന്നെ അത് തിരിച്ചെടുത്ത് തരാം. ഇവിടെ നടന്നതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കൂപ്പുന്നുണ്ട്. അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കരയുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രീജ വന്നിട്ട് വേദയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഒന്ന് എന്നോട് പറയാമായിരുന്നല്ലോ, ഇങ്ങനെയാവുമെന്ന് ഞാൻ ഓർത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്.